അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു നമ്മെ ഉപദേശിക്കുന്നു, മൻ തഹാബന ബിൽ അദബി ഉഖിബ ബിഹുർമാനി സുനനി. നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനേക്കാൾ ഉണ്ടാകേണ്ട വലിയൊരു വിഷയമാണ് അദബ് എന്നുള്ളത്. അദബില്ലാത്തവന് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു സ്ഥാനമുണ്ടാവില്ല. പലപ്പോഴും നാം കിബറന്മാരാവുകയാണ്. നമുക്കാരോടും ബഹുമാനിക്കുന്നവരെ ബഹുമാനിക്കണമെന്നോ സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കണമെന്നോ അങ്ങനൊന്നുമില്ല. നമ്മൾ എന്ന രീതിയിൽ ജീവിക്കുകയാണ്. അദബില്ലാത്തവരായി നാം ജീവിച്ചു പോവുകയാണ്. അങ്ങനെ അദബില്ലാത്തവരായി പോയാൽ, അദബ് ഒരാളുടെ ജീവിതത്തില്ലെങ്കിൽ അള്ളാഹു അതിലൂടെ അവനിക്ക് നഷ്ടപ്പെടുത്തുന്നത് എന്താണ്? അതേ പല സുന്നത്തുകൾ അതുകൊണ്ട് തടയപ്പെടുകയാണ്. അതായത് അദബ് പാലിക്കാത്തതിൻ്റെ പേരിൽ അള്ളാഹു അവനിക്ക് നൽകുന്ന ഒരു ശിക്ഷയാണ്. അവന്റെ ജീവിതത്തിൽ കുറെ സുന്നത്തുകൾ തടയപ്പെടുകയാണ്. വലിയൊരു വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ കുറെ സുന്നത്തുകൾക്ക് തൗഫീക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വലിയൊരു വിഷയമാണ് അദബ് എന്നുള്ളതാണ്. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുകയും ഒരു നല്ല സ്വഭാവം, കിബിരില്ലാത്ത താഴ്മയുള്ള എല്ലാത്തിനോടും അദബ് പാലിച്ചിട്ടുള്ള ആ നല്ല ജീവിതം ഉണ്ടാകുമ്പോൾ അള്ളാഹു ധാരാളം സുന്നത്തുകൾക്ക് തൗഫീക്ക് നൽകുമെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ടും ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഒമൻ തഹാബന ബിസ്സുനനി ഉഖിബ ബിഹുർമാനിൽ ഫറാഇദി. അദബ് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ, അദബില്ലാത്തതിന്റെ പേരിൽ നഷ്ടപ്പെടുന്നത് സുന്നത്തുകളാണെങ്കിൽ, സുന്നത്തുകൾ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ പിന്നുണ്ടാകുന്നത് ഫർളുകളാണ്. സുന്നത്തുകൾ ജീവിതത്തിൽ ഇല്ലെങ്കിൽ പിന്നെ അതില്ലാതെയായി പോകുന്നത് ഫർളുകളാണ്. അത് വലിയൊരു വിഷയമാണ്. എൻ്റെ ജീവിതത്തിൽ സുന്നത്തില്ലെങ്കിലും പ്രശ്നമില്ല, ഫർളുണ്ടല്ലോ എന്ന് പലപ്പോഴും നാം സമാധാനപ്പെടുന്നുണ്ട്. ഇല്ല, ഒരിക്കലും തൗഫീക്ക് കിട്ടുകയില്ല. സുന്നത്തുകൾ ധാരാളം ഉണ്ടാകുമ്പോഴേ ഫർള് കൃത്യമായിട്ടുണ്ടാവുകയുള്ളൂ. സുന്നത്തുകൾ നാം നഷ്ടപ്പെടുത്തുമ്പോൾ നമുക്ക് പിന്നീട് നാം അറിയാതെ തന്നെ നമുക്ക് തടയപ്പെടുകയാണ്, നഷ്ടപ്പെട്ടു പോവുകയാണ് നമ്മുടെ ഫർളായ കാര്യങ്ങൾ. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, വമൻ തഹാമന ബിൽ ഫറാഇദ് ഉഖിബ ബിഹുർമാനിൽ മഅരിഫതി. ഫർളുകൾ നഷ്ടപ്പെട്ടാൽ പിന്നെ അള്ളാഹു തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ. അപ്പൊ ഇതിലൂടെ എന്ത് മനസ്സിലായി? അള്ളാഹു നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഫർളുകളില്ലാത്തത് കൊണ്ടാണ്. ഫർളുകളിൽ നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? സുന്നത്തുകളില്ലാത്തത് കൊണ്ടാണ്. സുന്നത്തുകൾ നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അദബുകളില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ എല്ലാത്തിനും നമുക്കും അടിസ്ഥാനമായിട്ടുണ്ടാകേണ്ടത് നല്ല അദബോടെ നല്ല ചിട്ടയുള്ളൊരു ഒരു ജീവിതമാണ്. അതാണ് ആദ്യമായിട്ട് എല്ലാത്തിനേക്കാളും നമുക്കുണ്ടാകേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ ഇഷ്ടസഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ല അബൂബക്കരെ, ഞാനാണോ വലുത്, നിങ്ങളാണോ വലുത്? വയസ്സിൽ നോക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് വലുത്. പക്ഷേ അവിടെ പറഞ്ഞൊരു മറുപടിയുണ്ട്. എന്തൊരു അദബുള്ള മറുപടിയാണ്! അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഇത്ര വലിയ സ്ഥാനം കിട്ടാനുള്ള കാരണം. അവിടെ പറഞ്ഞ മറുപടി, അന്ത അക്ബർ വ അന അസന്നു മിൻക. യാ റസൂലല്ലാഹ്, അക്ബർ ആരാണെന്നല്ല ചോദിച്ചത്, വലിയവർ ആരാണെന്നല്ല ചോദിച്ചത്. അന്ത അക്ബർ, നിങ്ങളാണ് നബിയെ വലിയവര്. പക്ഷേ ഞാനോ അസന്നു മിൻക, നിങ്ങളെക്കാൾ ഒരു വയസ്സുള്ള ആളാണ് നബിയെ. എന്തൊരു വാക്കാണ്! അതേ യഥാർത്ഥത്തിൽ അവര് വലിയ ആള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെങ്കിലും മുത്തുനബിയോട് പറയുമ്പോൾ അദബ് പാലിച്ചിട്ടുള്ളൊരു വാക്ക് പറഞ്ഞത് എന്തുമാത്രം ഗൗരവമുള്ള ഒരു വാക്കാണെന്ന് ഗൗരവത്തോടു കൂടെ കാണണം. അതാണ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചത്. എല്ലാത്തിനും അടിസ്ഥാനം അദബാണ്. അദബില്ലെങ്കിൽ എല്ലവും നഷ്ടപ്പെട്ടു പോയി. അതേ മാതാപിതാക്കളോട് കാണിക്കേണ്ട അദബ്, ഉസ്താദുമാരോട് കാണിക്കേണ്ട അദബ്, വലിയവരോട് കാണിക്കേണ്ട അദബ്, അത് തമ്മിൽ
സ്നേഹിതന്മാരോട് കാണിക്കേണ്ട അദബുകൾ, അങ്ങനെ എല്ലാവരുമായിട്ട് കാണിക്കേണ്ട പല അദബുകളും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഇല്ലാതെയായി പോവുകയാണ്. അത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നമുക്ക് പലതും ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഒരു നല്ല അദബുള്ള മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ അവൻ പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.